എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം. നിങ്ങളുടെ മക്കളെ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സ് പ്രായമുള്ള മക്കളെ എത്ര ദിവസം നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റും? പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് റിപ്ലൈ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാനത് ചോദിക്കാനുള്ള കാരണം പിന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. 2 കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ രേഷ്മ പി തങ്കച്ചിനെതിരെ കൊടുത്ത കേസിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈബർ സെല്ലിൽ നിന്ന് രേഷ്മ പി തങ്കച്ചിനെ വിളിച്ചിട്ട് ഇനി ഈ കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് എഗ്രി ചെയ്തു, സമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എക്സൈസിൽ കംപ്ലയിൻറ്റ് കൊടുത്തത് എക്സൈസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് കൺസേൺ ഡിസ്ട്രിക്റ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഇന്നലെ അതും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എക്സൈസ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചു. ഞാൻ അത് അവർക്ക് അയച്ചു കൊടുത്തു. ഞാൻ കൊടുത്തതിന് പുറമെ വേറെയും കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു, അത് അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അത് അവർ കൺസേൺ ഡിസ്ട്രിക്റ്റിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് വഴിയെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പരാതി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, ബാക്കി നടപടികൾ എടുക്കേണ്ടത് അവരാണ്. അതിൽ എന്താവില്ല ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും അവരത് ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല, ഒരു ചെറിയ മാറ്റം രേഷ്മ പി തങ്കച്ചൻ ഷെയർ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടു. ഇപ്പോൾ ആള് ദുബായിൽ റാസൽ ഖൈമയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയ മാറ്റം, നമ്മൾ ഈ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നൊരു മാറ്റമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ വാദിക്കുന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ പാട്ട് പ്ലേ ചെയ്യുന്നില്ല, ഒരു ഡാൻസ് വീഡിയോ ആണ്, അതിൻ്റെ പാട്ട് പ്ലേ ചെയ്യുന്നില്ല, വീഡിയോ മാത്രം കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 5 വയസ്സ് പ്രായമുള്ള കുട്ടീനെ വിട്ടിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം മാറി നിൽക്കാൻ പറ്റും? അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. മലയാളികളുടെ സൂപ്പർ താരം ദുബായ് റാസൽ ഖൈമ, ആ ബാറിൻ്റെ പേരും വെച്ചിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു സിഗരറ്റിൻ്റെ പിക്ചർ, ഒരു കുപ്പിയുടെ പിക്ചർ, രണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വാർണിംഗും കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആ ബാറുകാർ വിട്ടതാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനകത്ത് ലെറ്റ് മീ ടോക്ക് എന്ന് പറയുന്ന രേണു സുധിയുടെ ചാനലാണെന്ന് തോന്നുന്നു. ആ ചാനലിൻ്റെ വാട്ടർമാർക്ക് ഉണ്ട്. അപ്പോൾ ആ ചാനലുകാരാണ് ഇത് പുറത്ത് വിട്ടെന്ന് തോന്നുന്നു. പക്ഷേ ആ ചാനലിനകത്ത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ, ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടു, അതിനകത്ത് ഈ സാധനം കണ്ടില്ല. ഇത് രേഷ്മ പി തങ്കച്ചിൻ്റെ പ്രൊഫൈൽ കണ്ടൊരു കാഴ്ചയാണ്. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് വന്നിട്ടുണ്ട്. കുട്ടനാടൻ കായലിലെ പാട്ട് ഷൂട്ട് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത്, അവർ ഔട്ട് ചെയ്ത വീഡിയോയ്ക്കകത്ത് സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു പക്ഷേ ഈ കംപ്ലയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കംപ്ലയിൻറ്റ് പോയെന്ന് അറിഞ്ഞിട്ട് അവർ കൊടുത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിരിക്കാം. ഇത് ഞാൻ അസ്യൂം ചെയ്തൊരു കാര്യമാണ്, എനിക്കിതിൽ ഉറപ്പൊന്നുമില്ല, പക്ഷേ അങ്ങനെ വിചാരിക്കുന്നു. ഇനി അടുത്തത്, കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു. കിച്ചുവിൻ്റെ കാര്യം അറിയാം, ദേവ് പറഞ്ഞപ്പോഴാണ് ഋതപ്പൻ്റെ കാര്യം അറിയുന്നത്. അപ്പോൾ കുട്ടിക്ക് സ്നേഹവും സംരക്ഷണവും കിട്ടേണ്ട സമയം ആണിത്. ആ മോൻ രേണുവിനെ എയർപോർട്ടിൽ പോകുന്ന വീഡിയോയിൽ ആ മോൻ്റെ കയ്യിൽ മൊബൈലാണ്. കുട്ടിക്ക് മൊബൈലാണ് ഫ്രണ്ട്, പാവം. അതിന് ചോറ് കൊടുക്കുക, പാട്ടുപാടി ഉറക്കുക, അതെല്ലാം ലഭിക്കേണ്ട സമയം. ഇതൊക്കെ രേണു ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വേണമെങ്കിൽ അറിഞ്ഞാൽ രേണു പറയും, നിങ്ങൾ നോക്കിക്കോ കുട്ടിയെന്ന്. പെറ്റമ്മയെ പോലെ ആരും വരില്ല. അതുകൊണ്ട് കമൻറ്റ് ചെയ്തു എന്ന് മാത്രം. സ്വീകരിക്കുന്നെങ്കിൽ രേണുവിന് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ദാറ്റ്സ് ഓൾ. ഇത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ് ഇദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഗിരീഷ് സംഘവി എന്നാണ്. വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം ഞാൻ അതാണ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മക്കളെ, ഒരു 5 വയസ്സ് 6 വയസ്സ് പ്രായമുള്ള കുട്ടികളെ, പോട്ടെ 10 വയസ്സ് പ്രായത്തിനകത്തുള്ള കുട്ടികളെ നിങ്ങൾക്ക് എത്ര ദിവസം പിരിഞ്ഞിരിക്കാൻ പറ്റും ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്, ബിഗ് ബോസിൽ പോയിട്ട് അവിടെ കുട്ടീനെ കാണാൻ പറ്റാതെ നിൽക്കാൻ വയ്യാതെ ഒരവസ്ഥ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ ഉണ്ടായിരുന്നു. അവരവിടെ ഇരുന്ന് കരഞ്ഞ് തത്തമ്മയോട് കഥയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും നാളൊക്കെ മാറി നിൽക്കാൻ എങ്ങനെ അവർക്ക് സാധിക്കുന്നു? അപ്പോൾ ചോദിക്കും, അവർക്ക് ജീവിക്കേണ്ടേയും ചോദിക്കും. നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ ആളല്ല, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ഇവരെ കാണുന്ന ഒരു മോഡലായിട്ടാണ്, ഈ രേഷ്മ പി തങ്കച്ചനെ ഞാൻ കാണുന്ന ഒരു മോഡലായിട്ടാണ്. എന്തിൻ്റെ പേരിലെന്നറിയോ? ഒരു അമ്മ എങ്ങനെ ആവരുത്, ഒരു അമ്മ എങ്ങനെ ആവരുതെന്ന് പറയാൻ കാരണം, ഇവരെ കണ്ട ഒരു അമ്മ പഠിക്കാൻ പാടില്ല. സ്വന്തം ഈ പ്രായത്തിലുള്ള കുഞ്ഞിനായിട്ട് ഏത് അമ്മയ്ക്കാണ് മാറി നിൽക്കാൻ പറ്റുന്നത്? സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ആ കുഞ്ഞിനെ വിട്ട് നിൽക്കേണ്ട സാഹചര്യമല്ല, വന്നു പോയി നിൽക്കേണ്ട സാഹചര്യമാണ്. അവർക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ അവർക്ക് ഷൂട്ടിന് പോകാം, ഇനാഗുറേഷന് പോകാം, തിരിച്ച് വീട്ടിൽ വരാം. എന്നാൽ ഇവരങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു അമ്മയുടെ സംരക്ഷണം കിട്ടേണ്ട പ്രായത്തിൽ ആ കുഞ്ഞിന് കൂട്ടെന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. ഈ കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ഒരു ഡോക്ടർ പറയുന്നൊരു വീഡിയോ ആണ്. പല ആൾക്കാരും ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിലും ആ വീഡിയോ പെട്ടു. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതിനകത്ത് എക്സാമ്പിളായിട്ട് ആ ഡോക്ടർ പറയുന്നത് ഈ കുഞ്ഞിനെയാണ്. ഞാൻ ആ കുഞ്ഞിൻ്റെ ഫേസ് കാണിക്കില്ല, പക്ഷേ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആണ്. എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രായത്തിൽ നമ്മൾ മക്കൾക്ക് ചോറ് കഴിക്കാതിരിക്കുമ്പോഴും
അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത സമയത്തെല്ലാം അവർക്ക് ഫ്രണ്ടായിട്ട് കൊടുക്കുന്നത് കൂടുതൽ ആൾക്കാരും മൊബൈൽ ഫോൺ ആയിരിക്കും. മൊബൈലിൽ ഒരു കാർട്ടൂൺ ഓൺ ചെയ്യുന്നു, അത് കൊടുക്കുന്നു. ഇപ്പോൾ പല കുട്ടികളും കാർട്ടൂൺ സ്വന്തമായിട്ടൊക്കെ പ്ലേ ചെയ്ത് കാണുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണാണ് ഇന്ന് പല കുട്ടികളുടെയും സുഹൃത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന പല അമ്മമാരും പല പാരൻസും കമൻറ്റ് ചെയ്യുന്നത് ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ 5 വയസ്സ് 6 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ടെന്നേ. അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടെ ഇരുന്ന് പഠിപ്പിക്കുക. കാരണം അത്രമാത്രം കുട്ടികൾ ഫോണിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു. നമുക്ക് ഈ വീഡിയോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം, ഈ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചോളൂ. കുഞ്ഞിൻ്റെ കണ്ണ് ഈ രേഷ്മ പി തങ്കച്ചനെ കുഞ്ഞിനോട് യാത്ര പറയുന്നതാണ്. ദുബായിക്ക് പോകുന്ന സമയത്തുള്ള വീഡിയോ ആണിത്. ഇത് റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. യാത്ര പറയുവാണ്. ഈ യാത്ര പറയുമ്പോൾ ആ കുട്ടിയുടെ ശ്രദ്ധ എങ്ങോട്ടാണ്? അവൻ അമ്മ പോയാൽ എന്താ വന്നാൽ എന്താ, ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഈ വ്യക്തി അവന് കൊടുക്കേണ്ട കെയർ കൊടുക്കുന്നില്ല. അതിനെ നോക്കുന്നത് അതിൻ്റെ അപ്പൂപ്പനും അമ്മുമ്മയാണ്. ഒരു അമ്മ കൊടുക്കേണ്ട കെയർ അവന് കിട്ടുന്നുണ്ടാവില്ല. കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഇവർ ഫോണിൽ നിൽക്കുകയാണ്. ഈ മോൻ പുറകെ നടന്നിട്ട് അമ്മ നാളെ ഇവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോൻ അമ്മ കാണത്തില്ല, അമ്മയ്ക്ക് ഷൂട്ടിന് പോകണം. അപ്പോൾ ആ കുഞ്ഞിനെ മീഡിയയുടെ മുന്നിൽ മാത്രമാണ് ഇവരെ ലാളിക്കുന്നത് നമ്മൾ കാണുന്നത്. എനിക്കറിയില്ല ആ കുഞ്ഞിൻ്റെ നാളത്തെ ഭാവി എന്താവുന്നുള്ളത്, നമ്മൾ അറിയേണ്ട കാര്യമല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു നല്ലൊരു മോൻ, കുട്ടികളുള്ള ഏതൊരു പാരൻസിനും ആ മോനെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരും. ബാക്കി കണ്ടു നോക്കാം. അവനത് ശ്രദ്ധിക്കുന്ന പോലില്ല. ഇങ്ങോട്ട് നോക്കുന്ന പറഞ്ഞാൽ നോക്കി ജസ്റ്റ്, എന്നിട്ട് വീണ്ടും അവൻ ആ ഫോണിലേക്ക് പോവാണ്. അവൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് മൊബൈലാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് കാനഡയിലാണെന്ന് തോന്നുന്നു ഒരു പാർക്കിൽ ഒരു കുരങ്ങൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ ഈ കുട്ടിയെ കമ്പയർ ചെയ്യുന്നല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. ആ കുരങ്ങൻ്റെ കൂട്ടാരായിരുന്നു? അതിൻ്റെ അമ്മ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള മുതിർന്ന കുരങ്ങന്മാർ ആ കുട്ടീനെ തള്ളിക്കളഞ്ഞപ്പോൾ, അടിച്ച് ഓടിച്ചപ്പോൾ ആ കുരങ്ങന് കൂട്ടായത് ഒരു പാവയാണ്, ഒരു കുഞ്ഞു പാവയാണ് എന്ന് പറഞ്ഞ പോലെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു കമ്പാരിസൺ ആയിട്ട് കൂട്ടരുത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ മാത്രമാണ്. ആ കുരങ്ങനും ഈ കുട്ടിയോട് ഞാൻ കമ്പയർ ചെയ്തതല്ല, പക്ഷേ അതൊരു എക്സാമ്പിളാണ്. ആ കുഞ്ഞു കുരങ്ങൻ ആ പാവേനെ സ്വന്തം കൂട്ടുകാരനായിട്ട് മാറ്റിയപ്പോൾ ഇവിടെ ഈ കുട്ടി മൊബൈൽ ഫോണിനെയാണ് സുഹൃത്തായിട്ട് മാറ്റിയിരിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അവിടെ ഒരു പാവയാണ്, ജീവനില്ല, അതിനെ വെറുതെ കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടി കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അത് കാണാം, കളിക്കാൻ പാടില്ലാത്ത പല ഗെയിമുകളും കളിക്കാം. ഇതൊക്കെ സംഭവിക്കും. നാളെ ആ കുഞ്ഞിൻ്റെ ഭാവി, ഈ കുഞ്ഞ് മറ്റാരോട് സംസാരിക്കാറുണ്ടാവില്ല, അറിയില്ല. നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ കാണുന്ന അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഇവൻ അധികം സംസാരിക്കുന്നില്ല. ഇവരുടെ തന്നെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ രേഷ്മ പി തങ്കച്ചൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, മോനെ വലുതാകുമ്പോൾ മോൻ എന്താവണമെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടി പറയുന്നു പൈലറ്റ് ആവണമെന്ന്. മോൻ പൈലറ്റ് ആവുമോ? അപ്പോൾ അവൻ പറഞ്ഞു പൈലറ്റ് ആവും. എന്നിട്ട് അമ്മയെ നോക്കുമോ? ആ അമ്മയെ നോക്കും. എങ്ങനെ നോക്കും? ഇങ്ങനെ നോക്കും. അവൻ പറഞ്ഞ മറുപടിയാണ്. ആ പ്രായത്തിൽ അവൻ ചിലപ്പോൾ അങ്ങനെ പറയുള്ളായിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ടായിരിക്കും? അവന് പുസ്തക വായന ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മൾ കാണുന്ന സമയത്ത് ഇതിനു മുൻപ് വേറൊരു വീഡിയോയിൽ കണ്ടു, അവൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്. ഇതിവിടെ കാറിനകത്തും അവൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇവർ ഈ കുട്ടീനെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിറ്ററലി നാളെ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ കുട്ടിയുടെ മൈൻഡ് സെറ്റ് എന്താവുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഡോക്ടർ പറഞ്ഞ് കേൾക്കാം. കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വളരെയധികം പേടിക്കേണ്ട ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലുള്ളത്. പുകവലി മദ്യപാനത്തേക്കാൾ വലിയൊരു വിപത്താണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ. പല വീടുകളിലെയും സ്ഥിരം കാഴ്ചയാണ്. പാരൻസ് കുഞ്ഞിന് ഫോൺ കൊടുക്കുന്നു, അവർ അതിൽ മുഴുകിപ്പോകുന്നു. പാരൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കുഞ്ഞ് സാമൂഹികമായി ഇടപെടുന്നത് കുറയുമ്പോൾ വാക്കുകളുടെ വികസനം വൈകുന്നു. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇത് ബാധിക്കുന്നു. ശ്രദ്ധക്കുറവുണ്ടാകുന്നു. ഫോൺ മാറ്റുമ്പോൾ അമിതമായ ദേഷ്യം, കണ്ണിന് സ്ട്രെയിൻ, ഉറക്കക്കുറവ്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ രോഗികളാകുന്നു. സോ മൊബൈൽ ഫോൺ മാറ്റി പകരം സ്റ്റോറി ടെല്ലിംഗ് ബുക്സ് കൊടുക്കാം, ക്രിയേറ്റിവിറ്റി കൊടുക്കുന്ന ടോയ്സ് വാങ്ങിക്കൊടുക്കാം. ആഹാരം കഴിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുന്നേയും ഫോൺ കൊടുക്കാനേ പാടില്ല. വല്ലപ്പോഴുള്ള ഫോൺ യൂസ് കുഴപ്പമില്ല, പക്ഷേ ഡെയിലി ഉള്ള ഫോൺ യൂസ് മാരകമായ അഡിക്ഷനിലേക്കാണ് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു വലിയ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു എക്സാമ്പിൾ ഈ കുട്ടീനെ കാണിച്ചതേ ഉള്ളൂ. കാരണം ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നതുകൊണ്ട് ഒരു എക്സാമ്പിളായിട്ട് കുട്ടിയെ കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് വീടുകളിൽ കുട്ടികൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും കാർട്ടൂൺ കാണാതെ കഴിക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടി കരയുമ്പോൾ ഉടനെ ഫോൺ എടുത്ത് കൊടുക്കുകയാണ്, ഇതാ മോനെ വെച്ച് കളിക്കുന്നു പറഞ്ഞിട്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ മുൻപ് കൊച്ചിയിലായിരുന്ന സമയത്ത് എനിക്ക് അറിയുന്ന ഒരു ഫാമിലി, അവരുടെ അന്ന് കുഞ്ഞായിരുന്നു, വളരെ കുഞ്ഞായിരുന്നു. ഇവൻ ഫുഡ് കഴിക്കണേ അവന് ഫോണില്ലാതെ പറ്റില്ല. ഇവനാണ് വീട്ടിലെ എല്ലാവരുടെയും ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാരൻസിന് അറിയാത്ത പല കാര്യങ്ങളും അവനെ ഫോണിനകത്ത് അറിയാം. അവൻ്റെ പ്രായം അന്ന് വെറും 4 വയസ്സാണെന്ന് ഓർക്കണം. 4 വയസ്സ്. ഇന്ന് അവൻ 8 വയസ്സുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് പാരൻറ്റിങ് ആൾക്കാർ ഇപ്പോൾ പലപ്പോഴും കൊണ്ടുപോകുന്നത്. സമയമില്ല അവർക്ക്, കുട്ടികളെ നോക്കാൻ സമയമില്ല. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയട്ടെ, നിങ്ങൾ നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മൾ മുതിർന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. പണ്ട് നമ്മൾ പലരുടെയും കോൺടാക്ട് നമ്പർ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമുക്ക് എത്ര പേരുടെ നമ്പർ അറിയാം? പലർക്കും നമ്മുടെ നമ്പർ പോലും അറിയില്ല. ശരിയല്ലേ? നമ്മുടെ സ്വന്തം നമ്പർ പോലും നമുക്ക് ചിലപ്പോൾ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വയ്ക്കാറുണ്ട് മൊബൈൽ നമ്പറൊക്കെ.
ഇത് നമ്മൾ മൊബൈൽ നമ്പറൊന്നും എഴുതി വെക്കാറില്ല. ആ എഴുതി വെക്കുന്ന സമയത്ത് എങ്കിൽ നമ്മൾ കീപാഡ് മൊബൈൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഓരോ നമ്പർ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. അങ്ങനെ ടൈപ്പ് ചെയ്താണ് പല നമ്പറും നമ്മൾ കോൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ പോലും നമ്മൾ ആ പേരെടുക്കുന്നു, നമ്പർ നമ്മൾ പെട്ടെന്ന് കാണുന്നു. ഈ മിക്ക ഫോണുകളിലും പേരാണ് കാണുന്നത്, നമ്പർ മിക്കവാറും കാണാറില്ല. സേവ് ചെയ്ത നമ്പറുകൾ കാണാറില്ല, പേരേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ നമ്പർ ഓർക്കത്തേയില്ല. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. മൊബൈൽ ഫോണിൻ്റെ ഒരു കടന്നുവരവോടുകൂടി ആളുകളുടെ മൈൻഡ് സെറ്റ്, മെമ്മറി ഒരുപാട് ലോ ആയിട്ടുണ്ട്. മുതിർന്നവർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം ആലോചിക്കുക. കുഞ്ഞു സമയത്തെ ബ്രെയിനിൽ കയറേണ്ട കാര്യങ്ങൾ, ഫീഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതെല്ലാം ഈ മൊബൈലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? ചിന്തിച്ച് നോക്ക്. ഇതൊരു വലിയൊരു വിപത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനിതൊന്നും പറയാൻ ആളല്ല, എങ്കിൽ പോലും ഞാൻ പറയുവാണ്, നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പരമാവധി സമയം കുറയ്ക്കുക. നിങ്ങൾ കൂടെ ഇരുന്നുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അല്ലാണ്ട് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവൻ അതിനകത്ത് എന്താണ് കാണുന്നത്, അവൻ എന്തൊക്കെയാണ് കാണുന്നത്, ഇതൊന്നും നമുക്കറിയത്തില്ല. നാളെ അവൻ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, കൂടെ സ്കൂളിൽ പോയിട്ട് അവിടെയുള്ള കുട്ടികളോട് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇതെല്ലാം അവൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. സോ ഈ കൊടുത്ത കംപ്ലയിൻറ്റ് അതിൻ്റെ വഴിക്ക് പോവും. പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ കെയർ ചെയ്ത് പോവുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ ഒരു പാരൻ്റ് എങ്ങനെ ആവാൻ പാടില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് രേഷ്മ പി തങ്കച്ചൻ. അത് വെറുതെ പറയുന്നതല്ല. കാരണം ഇപ്പോൾ ഈ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും, നിനക്കൊക്കെ വേറെ പണിയില്ലേ, അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്, ജോലിക്ക് പോകണ്ടേ. അത് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും പഠിത്ത ചെലവ് നോക്കുന്നത് 24 ന്യൂസാണ്. പിന്നെ ഈ വ്യക്തിക്ക് പൈസയുടെ ആവശ്യം എവിടെയാണ് വരുന്നത്? ഭക്ഷണത്തിനും ഡ്രസ്സിനും മാത്രമാണ്, അല്ലെങ്കിൽ മറ്റ് ചില ചിലവുകൾക്കും. പഠിത്തം എന്ന് പറയുന്ന വലിയൊരു കടമ്പ നോക്കുന്നത് ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് നാട്ടിൽ ഇനാഗ്രേഷന് പോയിട്ടോ അല്ലെങ്കിൽ ഈ ഷൂട്ടിന് പോയിട്ടോ ഒക്കെ ഡെയിലി വീട്ടിൽ വന്ന് പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അവർക്കുള്ളത് വേണമെങ്കിൽ. പക്ഷേ അവരെത്ര ദിവസം വീട്ടിലുണ്ടാവും ഒരു മാസത്തിൽ? ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു, മാർച്ച് മാസം ഫുൾ എനിക്ക് ബിസിയാണ്, ഒരു ദിവസം പോലും എനിക്ക് ഫ്രീ ആവാൻ പറ്റുന്നില്ല, അത്രമാത്രം തിരക്കാണ്. നല്ല കാര്യമാണ് തിരക്കൊക്കെ, പക്ഷേ ഈ ഒരു പ്രായത്തിലെ കുഞ്ഞിനെ വിട്ടിട്ട് എങ്ങനെ പോകാൻ തോന്നുന്നു? കുട്ടിയല്ല അവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന അടിച്ചുപൊളി ലൈഫാണ്. കാര്യം കൊല്ലം സുദ്ധി ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല. വീട്ടിലൊതുങ്ങി ഒരു വീട്ടമ്മയായിട്ട് ജീവിച്ച വ്യക്തി, ആ ഒരു വ്യക്തിയുടെ മരണം കൊണ്ട് ഏറ്റവും ലാഭം ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇവർക്ക് തന്നെയാണ്. കാരണം ഇവർക്ക് ഇവരുടെ ആ ഒരു അടച്ചൊതുക്കിയ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതൊക്കെ ചെയ്തോട്ടെ, ഒന്നും വേണ്ടതൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറാതിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഓൺലൈൻ പേജുകളിൽ ഇവരുടെ പ്രൊഫൈൽ അല്ലാതെ ഓൺലൈൻ പേജുകളിൽ ഇവരുടെ വീഡിയോകൾ അനിയന്ത്രിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ വന്നതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിലാണ് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത്. രണ്ടാമത്തെ കംപ്ലയിൻറ്റ് ആ പറയുന്ന കള്ള് ഷോപ്പിൻ്റെ വിഷയം തന്നെയാണ്. ഈ രണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള കാരണം ഇതാണ്. ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള കാരണം ഇതാണ്. അനിയന്ത്രിതമായിട്ട് ഇവരുടെ വീഡിയോകൾ പല ചാനലുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചാനലുകൾ മാറ്റും തോറും, സ്ക്രോൾ ചെയ്യും തോറും വീണ്ടും ഒരു 5 വീഡിയോ കാണുമ്പോൾ അതിലൊരു വീഡിയോ ഇവരുടെ ആയിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിർബന്ധിതനായത്. പിന്നെ മറ്റുള്ള കാരണങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.